ഇപ്പോ ഇറാൻ, ഇസ്രയേൽ, അമേരിക്ക യുദ്ധം നടക്കുമ്പോ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് എന്താ? ഗ്യാസ് സിലിണ്ടറുകൾ, പാചകവാതക കമ്മി മൂലം ഹോട്ടലുകളൊക്കെ അടച്ചു. ഞങ്ങളുടെ നാട്ടിൽ തിരുവനന്തപുരത്ത് നല്ല രുചികരമായ ഭക്ഷണം കിട്ടും. എന്ത് വേണമെങ്കിൽ ഏതെല്ലാം രീതിയിലുള്ള ഭക്ഷണവും അവിടെ കിട്ടും. ആ ഭക്ഷണ സ്റ്റാളുകളൊക്കെ ഈ മടഞ്ഞു കിടക്കുന്നു. ഇന്ധനം, നമുക്കിനി എത്ര ദിവസം വാഹനങ്ങളിൽ ഇന്ധനം നിറയ്ക്കാൻ പറ്റുമെന്നുള്ള അവസ്ഥ അല്ലെങ്കിൽ ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. ഇനി എന്താണ് മുന്നോട്ടുള്ള ജീവിതമെന്ന് നമ്മൾ വല്ലാത്ത, ലോകം കണ്ട ഏറ്റവും വലിയ രണ്ട് പൊട്ടന്മാരെ നടത്തിയ യുദ്ധത്തിന്റെ പേരിൽ ഇവനൊന്നും ബുദ്ധിയില്ല, പൊട്ടന്മാരാ. തുടങ്ങി വെച്ചു, അവസാന കൈ കഴുകാൻ പറ്റാത്തൊരവസ്ഥ ഇല്ലേ? ലോകം കണ്ട ഏറ്റവും വലിയ പൊട്ടനാണ് ട്രംപും, അതിനേക്കാൾ പൊട്ടന് കഞ്ഞി വെച്ചവനാണ് നെതന്യാഹു. ഇവന്മാര് തുടങ്ങി വെച്ചു, തുടങ്ങുകയും ചെയ്ത് ഇത് തീർക്കാനും പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയിലായിപ്പോയി. ഫലസ്തീന്റെ ജനതയോട് കാണിച്ചതുപോലെ കാണിച്ചിട്ട് അടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോഴോ ധാരാളം മിസൈലുകളും ഒരുപാട് ഭൗതിക സംവിധാനങ്ങളുമുള്ള ഇറാൻ തിരിച്ചടിക്കാൻ തുടങ്ങി. ന്യായീകരണങ്ങൾക്കും ന്യായവിധികൾക്കുമല്ല ഇപ്പോഴത്തെ സമയം, മറിച്ച് അവിടെ നടക്കുന്ന യുദ്ധത്തിന്റെ അതിന്റെ റിയാക്ഷൻ, അതിന്റെ പ്രതിഫലനം കർണാടകയിലെ കൂർഗ് ജില്ലയിലെ ഈ കുഞ്ചിലം എന്ന് പറയുന്ന പ്രദേശത്ത് വരെ എത്തിച്ചേരുന്നു എന്ന് പറയുമ്പോ നിസ്സാരമാണോ വിഷയം? ലോകം മുഴുവൻ സ്തംഭിക്കാൻ പോവാൻ, കോവിഡിന് സമാനമായ പട്ടിണിയിലേക്കും സാമ്പത്തിക മാന്ദ്യത്തിലേക്കും ലോകം എത്താൻ പോകുന്നു. എന്നിട്ടും ഈ പൊട്ടൻ കളി ഇതുവരെ അവസാനിപ്പിക്കുന്നില്ല. എന്തൊരു ജന്മമാണിത്! എന്തൊരു ജന്മമാണ്! ഇറാന്റെ പരമോന്നതനായ നേതാവാകാൻ തന്നെ വിളിച്ചു. എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഏറ്റെടുക്കാത്തത്. പൊട്ടം കാക്ക പറയാ, പൊട്ടൻ ചേട്ടൻ ഒന്ന് ആലോചിച്ച് നോക്കി. ഇതുപോലെ ലോകം കണ്ടൊരു പൊട്ടനെ ലോകം വേറെ എവിടെയും കണ്ടിട്ടുണ്ടാവും. വലിയ 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 ആ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പടച്ചതമ്പുരാൻ കാത്തുരക്ഷിക്കട്ടെ.